ഹായ്, അപ്പം എല്ലാവർക്കും വിപിൻ സ്മോങ്ങിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് ചാറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഒരുപാട് ചാറ്റിംഗ് ആപ്ലിക്കേഷൻ. അതിൽ ഏറ്റവും പ്രചാരമുള്ള ഒരു ചാറ്റിംഗ് ആപ്ലിക്കേഷനാണ് വാട്സപ്പ്, മെസ്സഞ്ചർ, വിചാറ്റ്, അങ്ങനെ ഒരുപാട് മെസ്സഞ്ചർ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം കമ്പനികൾക്ക് ഒരു വരുമാനം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ സ്ഥാപകർക്ക് നല്ലൊരു വരുമാനം തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ മുഖേന കിട്ടുന്നത്. നമ്മൾ ഈ ആപ്ലിക്കേഷനിലൂടെ എല്ലാം ചാറ്റ് ചെയ്യുന്നു, വീഡിയോസ് അയക്കുന്നു, ഓഡിയോസ് അയക്കുന്നു, ഇമേജ് അയക്കുന്നു. ഇതിനൊന്നും നമുക്കൊരു വരുമാനം കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വരുമാനം ലഭിക്കുന്നു, എന്നാൽ സുഖമായി ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഏതാണെന്ന് അറിയാനും അത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നറിയാനും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായി താഴെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അത് അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള പുത്തൻ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതേപോലെ ഒരു സൈറ്റിലേക്കാവും നിങ്ങൾ എത്തിച്ചേരുക. ഇവിടെ നിങ്ങൾക്ക് ഈ വകുപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് എന്തൊക്കെ അതിൻ്റെ അവാർഡ്സ് എങ്ങനെ കിട്ടും, എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം ഇവിടെ തന്നെ അറിയാവുന്നതാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലും പറയും. ഓക്കെ, അതിനിവിടെ ജോയിൻ വിപിൻ രാജ് ഓൺ woww എന്നൊരു ഒരു ചുവന്ന ലെറ്ററിൽ എഴുതിയത് കാണാം. ചുവന്നൊരു ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയത് കാണാം. അവിടെ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ സൈനപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമെയിൽ ഐ ഡി ചോദിക്കും. ആ ഇമെയിൽ ഐ ഡി അവിടെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഇത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് കൺവേർട്ട് ആവും. അതിനുശേഷം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ അവിടുന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളത് സൈനപ്പ് പ്രോസസ് ചെയ്യുക. അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കാര്യങ്ങൾ, നിങ്ങളുടെ പേര്, ഫുൾ നെയിം, ജനന ഡേറ്റ് ഓഫ് ബർത്ത്, മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അതൊന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. അതൊന്നും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. നമ്മൾ കുറേ ആപ്ലിക്കേഷനിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഞാൻ ആപ്ലിക്കേഷനിലേക്ക് ഒന്ന് പോവാം. എല്ലാ പ്രോസസ്സും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആവും നിങ്ങൾക്ക് ലഭിക്കാം. ഇവിടെ ചാറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, ഏണിങ്സ് ഉണ്ട്, ഡു ഗുഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ലീഡർ ബോർഡ്, മൈ ന്യൂസ്, ഇത്രയും കാണുന്ന സാധനങ്ങളുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരെങ്കിലും woww ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചാറ്റ് ലിസ്റ്റ്, നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഉള്ളവർ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ചാറ്റ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് അവരുടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്തതാണ്. അതുകൊണ്ട് ഇതിൽ എൻ്റെ പേര് മാത്രമേ കാണിക്കുന്നുള്ളൂ, അത് മാത്രമേ ചാറ്റായിട്ട് ഉള്ളൂ. അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് മെസ്സേജുകൾ അയക്കാം, ഓഡിയോ കോൾ അയക്കാം, വീഡിയോ കോൾ അയക്കാം, അതുപോലെ ജിഫ് അയക്കാം, ഓഡിയോ ഫയൽസ് അയക്കാം, ഇമോജീസ് ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത പോലെ നമ്മുടെ ഇവിടെ ഒരു പിന്നിൻ്റെ മാർക്ക് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ കോള്, വീഡിയോ കോള്, പ്രൈവറ്റ് സെക്ഷൻ, ഷെയർ ലൊക്കേഷൻ, ആഡ് പാർട്ടിസിപ്പേഷൻ, അതായത് വേറെ ആൾക്കാരെയും കൂടി നമുക്ക് ഈ ചാറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരേ ചാറ്റിലാട്ടോ, വീഡിയോ കോൾ അങ്ങനെയുള്ള ഒന്നുമില്ല.
ചാറ്റിലേക്ക് നമുക്ക് വേറെ ആളെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വേറെ ഒന്നിലും ഇല്ല, വേറെ നമ്മുടെ വാട്സപ്പ് പോലെയുള്ളതിലില്ല. ഒരു ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, ഗാലറിയിൽ നിന്ന് ഫോട്ടോ, ഷെയർ കോണ്ടാക്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രൈവറ്റ് സെക്ഷൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു വ്യക്തിയുമായി ചാറ്റ് ചെയ്യുന്നത് മുഴുവൻ പ്രൈവറ്റ് ആയിട്ടാണ് അയക്കുക. അതായത് ആ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോൾ പുറത്ത് കിടക്കുന്നു അപ്പോൾ നമുക്കത് കാണാൻ സാധിക്കില്ല. അതായത് കമ്പനി ഡീല് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ പുറത്ത് കടന്ന് പിന്നീട് ആരെങ്കിലും നമ്മൾ വാട്സപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് കാണാൻ പറ്റും. എന്നാൽ ഇതിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ അത് കാണാൻ സാധിക്കില്ല. നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞാൽ അത് പുറത്ത് കടന്നാൽ ആ പ്രൈവറ്റ് സെക്ഷൻ അപ്രത്യക്ഷമാവും. അങ്ങനെ ഒരു വളരെ നല്ലൊരു ഓപ്ഷൻ ഇത് ഉണ്ട്. കമ്പനി ഡീൽസ് നടത്തുന്നവർക്കും ഗേൾഫ്രണ്ടുമായൊക്കെ ചാറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംവിധാനം കൂടിയാണിത്. പിന്നെ വാട്സപ്പിൽ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ ആ ഗ്രൂപ്പിൽ നമുക്ക് പരമാവധി ചേർക്കാൻ പറ്റുന്ന 256 ആളൊക്കെയാണ്. എന്നാൽ വവ്വാപ്പിൽ നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ 501 ആളെ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ കഴിയും. ഓക്കെ, അതാണ് ഇതിന്റെ മറ്റൊരു കാര്യം. അതുപോലെ ഇതിലെ വീഡിയോ കോൾ, ഓഡിയോ കോളൊക്കെ ചെയ്യുന്നതോടെ നമുക്ക് വരുമാനം സ്വന്തമാക്കാൻ സാധിക്കും. ഇനി വരുമാനം സ്വന്തമാക്കാൻ സാധിക്കുന്ന മറ്റൊരു ഏണിങ്സ് ഞാൻ പറയാം. ഇവിടെ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഏണിങ്സ് എന്നൊരു ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഏണിങ്സ് സ്വന്തമാക്കാൻ സാധിക്കും. അത് ഇൻസ്റ്റന്റ് ഏൺ എന്നൊരു ഓപ്ഷൻ കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ വാച്ച് വീഡിയോ, 2 ഓപ്ഷൻ ഉണ്ട്. 2 വാച്ച് വീഡിയോ ഓപ്ഷൻസ് 20 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് വീഡിയോസ് കണ്ടുകൊണ്ട് കോയിൻസ് ഏൺ ചെയ്യാം. വവ്വാപ്പ് കോയിൻസ് എന്നാണ് ഇതിന് പറയാം. ഓക്കെ, ഇതിലിപ്പോ എന്താണ്, ഒരു വവ്വാപ്പ് കോയിന്റെ വാല്യൂ എന്ന് പറയുന്നത് 100 വവ്വാപ്പ് കോയിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 രൂപയാണ്. അപ്പൊ നമ്മൾ എത്ര വവ്വാപ്പ് കോയിന് ചെയ്യുന്നു അതിനെ 100 കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വേണം നമ്മുടെ ഏണിങ്സ് നോക്കാം. ഓക്കെ, നമ്മുടെ നെറ്റ്വർക്ക് വളരെ വലുതാണ് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇൻവൈറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഏണിങ്സ് സ്വന്തമാക്കാൻ സാധിക്കും. ഡോളറിലാണ് ഇതിന്റെ ഏണിങ്സ് കാണിക്കുക. നമുക്കത് ബാങ്കിലോട്ടോ പേപ്പാലിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബിറ്റ് കോയിൻ അങ്ങനെയുള്ള ഇതിലൊക്കെ ആയിട്ട് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അവർ ഡെയിലി ഓഫേഴ്സ് ഉണ്ട്, ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടും ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടെല്ലാം നമുക്ക് ഇതിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ ഷോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏണിങ്സ് ചെയ്തിരിക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഇതുവഴി നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോൾ, അതായത് ബാറ്റ, മിൻട്ര, അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് സൈറ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്, ആലിബാബ. അപ്പൊ ഇതെന്നെല്ലാം നമുക്ക് ഷോപ്പ് ചെയ്ത് ഫ്ലിപ്കാർട്ട് എന്നൊക്കെ ഷോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ക്യാഷ് ബാക്കുകൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് നേടാൻ സാധിക്കും. അതുപോലെ ഗെയിം കളിച്ചുകൊണ്ട്, കോൾ ചെയ്തുകൊണ്ട്, സ്മാർട്ട് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിന്റെ ലോക്ക് സ്ക്രീനിന്റെ സമയത്ത് ലോക്ക് ആവില്ലേ, ലോക്ക് ചെയ്ത് ലോൺ ആക്കുന്ന ആ സമയത്ത് മൊബൈലിൽ പരസ്യങ്ങൾ വരും. അങ്ങനെ നമുക്ക് ഏണിങ്സ് സ്വന്തമാക്കാം. അപ്പൊ വളരെ നല്ലൊരു ചാറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഒപ്പം നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് വവ്വാപ്പ്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. വരും കാലത്ത് ഒരുപാട് ആളുകൾ ഇതിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഒരു അക്കൗണ്ട് വലുതാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും എല്ലാം ഇത് ലിങ്ക് അയച്ചു കൊടുത്ത് ഇവിടെ ഒരു ഇൻവൈറ്റ് ചെയ്ത് കാണിക്കാം. ഇൻവൈറ്റ് ഫ്രണ്ട് എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻവൈറ്റ് ചെയ്യുക, അവരെ ചേർക്കുക. എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പ് വാട്സപ്പിലൊക്കെ നിങ്ങളൊക്കെ ഉണ്ടാവും, ഫാമിലി ഗ്രൂപ്പുകൾ, അതേപോലെ ഇതിൽ ചെയ്യുക. എന്നിട്ട് പരസ്പരം ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ചെയ്യുന്നവർക്കൊക്കെ വരുമാനം കിട്ടും. അങ്ങനെ ഒരു നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഓക്കെ, അതിൽ സ്മാർട്ട് വെബ് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ ക്രോം, ഒപ്പേര, യൂസി ബ്രൗസർ എന്നിവയിലൊക്കെ നിങ്ങൾ ബ്രൗസ് ചെയ്യുന്നതിന് പകരം ഇതിലൂടെ ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു വരുമാനവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഓപ്ഷനൊക്കെ കാണാം. ഫ്ലിപ്കാർട്ടിൻ്റെ ഓപ്ഷൻ ഗോ ഷോപ്പ് എന്നല്ലാണ്ട് തന്നെ ഫ്ലിപ്കാർട്ടിലേക്ക് നമുക്ക് നേരിട്ട് ഇവിടുന്ന് കടന്ന് നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്.
ഫ്ലിപ്കാർട്ട് ഇതിൻ്റെ ഒരു ഷെയർ ഉടമയാണെന്ന് തോന്നുന്നു. അതാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ലീഡർ ബോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് കിട്ടിയ വരുമാനം അനുസരിച്ച് നമ്മുടെ ലീഡർഷിപ്പ് തരംതിരിക്കുകയാണ് ഇവിടെ. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് അങ്ങനെ കാണിക്കാത്തത്. വലമ്മായി ന്യൂസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മലയാള ന്യൂസുകൾ തന്നെ നമുക്ക് ഇവിടെ വായിക്കാൻ കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്തോട്ട് നമ്മുടെ രാജ്യം സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മലയാള ന്യൂസുകൾ, ഇംഗ്ലീഷ് ന്യൂസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വായിച്ചെടുക്കാം. അങ്ങനെ വായിക്കുന്നതിൽ നിങ്ങൾക്ക് ഏണിംഗ് സ്വന്തമാക്കാൻ സാധിക്കും. ലോക്കൽ ന്യൂസ്, വേൾഡ് ന്യൂസ്, സ്പോർട്സ് ന്യൂസ് എന്നിങ്ങനെ തുടങ്ങിയുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഡു ഗുഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേ സ്ട്രീക്കാണ്, അതായത് ചെക്ക് ഇൻ ചെയ്യാന്നൊക്കെ പറയില്ലേ, അതേപോലെ ഓരോ ദിവസം നിങ്ങൾ ഇവിടെ ഡേ സ്ട്രീക്കിലൊന്ന് ഡു ഗുഡിലൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ 1 ഡേ സ്ട്രീക്ക്, 2 ഡേ സ്ട്രീക്ക്, 3 ഡേ സ്ട്രീക്ക് അങ്ങനെ കയറും. അങ്ങനെ ഓരോ ഡേ സ്ട്രീക്കുകൾ കയറുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഏണിങ്സിന്റെ പരിധി കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ അതും നമുക്ക് ഇതിലൂടെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ കുറച്ച് പോരായ്മകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. കാരണം ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ദൃഷ്ടി ചിലപ്പോൾ ലെൻസിലേക്കോ അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് വിപിൻസ് വ്ലോഗ്.